അദാനി ബന്ധത്തെ ചൊല്ലി ഇന്ത്യ സഖ്യയോഗത്തിൽ തർക്കമുണ്ടായി. അദാനിയെ കേരളത്തിൽ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അദാനിയുമായി ആദ്യം കരാറുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്ന് ജോൺ ബ്രിട്ടാസ് മറുപടി നൽകി. ഡി രാജയുടെ പരാമർശമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷമല്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഡി രാജ ചോദ്യം ചെയ്തു. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇന്ത്യ മുന്നണി യോഗത്തിൽ അവിടെ CPM-ന്റേതായ ചില കാര്യങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പ്രസംഗം നടത്തിയത് അതിൽ വലിയ പ്രതിഷേധം CPM അറിയിച്ചു. CP അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അത് പിന്നീട് അദാനി വിഷയത്തിലേക്ക് എങ്ങനെ എത്തി? CPM-ന് പിന്നാലെ CPI-യുടെ ജനറൽ സെക്രട്ടറി ഡി രാജ ഇക്കാര്യത്തിൽ പരാതി അറിയിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ഉം CPI-യും ഉൾപ്പെടുന്ന LDF യഥാർത്ഥ ഇടതുപക്ഷമല്ല എന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ യോഗങ്ങളിൽ സംസാരിച്ചിരുന്നതാണ്. ഇക്കാര്യമാണ് ഡി രാജ ചോദ്യം ചെയ്തത്. എന്തർത്ഥത്തിലാണ് LDF ഇടതുപക്ഷമല്ല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അതിന് തൻ്റെ പക്കൽ തെളിവുകളുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഡി രാജയ്ക്ക് യോഗത്തിൽ തന്നെ മറുപടി നൽകുന്നത്. അപ്പോൾ ബ്രിട്ടാസ് ഇടപെട്ട് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ആ തെളിവ് എന്ന് ചോദിച്ചു. ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷം അല്ല എന്ന് പറയാനുള്ള തെളിവ് എന്താണ് എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി ബ്രിട്ടാസിന് നൽകിയ മറുപടിയാണ്, അദാനി പോലുള്ള ഒരു കോർപ്പറേറ്റിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് LDF അല്ലേ, അതുതന്നെയാണ് തൻ്റെ തെളിവ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബ്രിട്ടാസിൻ്റെ മറുപടി വേഗത്തിലായിരുന്നു, കൃത്യവുമായിരുന്നു. ആദ്യം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അദാനി ഗ്രൂപ്പിനെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. ഇക്കാര്യം ബ്രിട്ടാസ് അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് മറുപടിയായി നൽകുകയും ചെയ്തു. UDF കാലത്താണ്, കോൺഗ്രസ് കാലത്താണ് ആദ്യമായി അദാനി കേരളത്തിലെത്തുന്നത്, കരാറിൽ ഏർപ്പെടുന്നത് എന്ന മറുപടിയാണ് ബ്രിട്ടാസ് നൽകിയത്. അങ്ങനെ ആ ചർച്ച അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അദാനിയുമായി ബന്ധപ്പെട്ട് ആരാണ് അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന തർക്കമാണ് ഇന്ത്യ സഖ്യ യോഗത്തിലുണ്ടായത്. പലതരം വിമർശനം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സ്മൃതി പറഞ്ഞതുപോലെ ED വിഷയത്തിലും ഒപ്പം CPM BJP ഡിയിൽ ഉണ്ട് എന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലും കനത്ത അതൃപ്തി CPM ജോൺ ബ്രിട്ടാസ് അറിയിച്ചിരുന്നതാണ്. അതിന് പിന്നാലെയാണ് CPI ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പരാമർശത്തെ ചുറ്റിപ്പറ്റി അതിനെ തുടർന്ന് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നത്. കേരളത്തിൽ അദാനിയെ കൊണ്ടുവന്നത് ആര് എന്നത് തമ്മിലാണ് രാഹുൽ ഗാന്ധിയും ബ്രിട്ടാസും തമ്മിൽ തർക്കമുണ്ടായത്. അങ്ങനെ ആ തർക്കം അവസാനിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് CPM ആണെന്നും ബ്രിട്ടാസിന്റെ മറുപടി ആദ്യം അദാനിയെ കൊണ്ടുവന്നത് CPM ആണെന്നുമായിരുന്നു.